ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഗ്ലോറിയാവിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ തിരുപ്പിറവിയുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ണിയേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ടാകും. ദൈവം തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചത് തീഷ്ണതയുള്ള ഒരു സമൂഹത്തെ, ഒരു ജനനദിയെ ഭൂമിയിൽ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മളോട് ഈശോ ഇന്ന് പറഞ്ഞു തരുന്നതായിട്ട് തോന്നുന്നില്ലേ? ലോകം മുഴുവൻ സുവിശേഷം അറിയിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മളെ തിരഞ്ഞെടുത്ത് തീഷ്ണതയുള്ള മക്കളായി ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്ത് തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. തിമോത്തിയോസ് 2:14 പറഞ്ഞു തരികയാണ്. അങ്ങനെ ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഒരുപക്ഷെ ഇങ്ങനെയുള്ള കുറേ ലക്ഷ്യങ്ങൾ ഈശോ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരിക്കും. തീഷ്ണതയെ ജ്വലിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നും ഈശോ പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും തീഷ്ണത നഷ്ടപ്പെട്ട കുഞ്ഞിനെ പോലെ നമ്മളൊക്കെ മയങ്ങുമ്പോൾ ആ കാഴ്ച തന്നെ യേശുക്രിസ്തുവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ നീ തീഷ്ണതയിൽ മാന്യം കൂടാതെ ജ്വലിക്കണം. ദൈവം ഏലിയ പ്രവാചകനോട് നീ ഗുഹയിൽ എന്തു ചെയ്യുകയാണ് എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തെ പ്രതിയുള്ള തീഷ്ണതയിൽ ഹൃദയം ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ദൈവസ്നേഹ ജ്വാലയാൽ നിൻ്റെയും എൻ്റെയും ഒക്കെ ഹൃദയം ജ്വലിക്കട്ടെ. അങ്ങനെ ഈശോയിൽ തീഷ്ണതയുള്ള മക്കളായി വളരുവാൻ ഈ ക്രിസ്മസ് ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ്. നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ അവതരിച്ചത് മക്കളെ, നിന്നെയും നിന്നെപ്പോലെയുള്ളവരെയൊക്കെ തീഷ്ണതയുള്ളവരായി ദൈവവിശ്വാസത്തിൽ വളരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവി ജ്വലിക്കുന്നവരായ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ റോമ 12:11 പറഞ്ഞു തരുന്ന പോലെ നമുക്ക് മാന്യം കൂടാതെ കർത്താവായ യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing